സോ നമ്മൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ പാർട്ട് 2 പോവാണ്. ഇവിടെ മെയിനായിട്ടും റെസ്പിറേറ്ററി വോള്യൂംസ് ആൻഡ് കപ്പാസിറ്റീസ്, റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്, പിന്നെ സർട്ടൻ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ദ റെസ്പിറേറ്ററി സിസ്റ്റം ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് റെസ്പിറേറ്ററി വോള്യൂംസ്. മെയിനായിട്ട് 4 ടൈപ്പ് റെസ്പിറേറ്ററി വോള്യൂംസ് ആണുള്ളത്. ടൈഡൽ വോള്യൂം TV, ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം IRV, expiratory reserve volume ERV, then residual volume RV. So tidal volume എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the volume inspired or expired during normal respiration. അതായത് നോർമൽ ബ്രീത്തിങ്ങിൻ്റെ ടൈമിൽ ഇൻസ്പയർ ചെയ്യുന്നതും എക്സ്പയർ ചെയ്യുന്നതും ആയിട്ടുള്ള വോള്യൂം. ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 500 ml ഈക്വലാണ്. സോ പെർ മിനിറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 6000 to 8000 milliliter per minute. Then inspiratory reserve volume, it is the volume that can be inspired by forceful inspiration vadi lungs ettana volume. Adinte value almost 2500 to 3000 milliliter varayana. So in expiratory reserve volume will be vice versa, that is it is the additional volume that can be expired by forceful expiration വഴി കളക്ട് ചെയ്യുന്ന വോള്യൂം. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1000 to 1100 milliliter. ദെൻ റെസിഡ്വൽ വോള്യൂം ആണ്. റെസിഡ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് എ മീനിങ് ലൈക്ക് റിമെയിൻ ചെയ്യുന്ന അല്ലേ. സോ ഇറ്റ് ഈസ് എ വോള്യൂം റിമെയിൻ ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഇതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് ഈക്വൽ ടു 1100 to 1200 milliliter ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈഡൽ വോള്യൂം ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടീഷനും ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ്റെയോ ഇൻസ്പിറേഷൻ്റെയോ ടൈമിലുള്ള മെഷർമെൻറ്റ്സ് ആണ്. പക്ഷേ ടൈഡൽ വോള്യൂം നോർമൽ റെസ്പിറേഷൻ്റെ ടൈമിലുള്ളതാണ്. ഈ വാല്യൂസൊക്കെ നമ്മൾ എന്തായാലും പഠിക്കണം. ഈ വാല്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ റെസ്പിറേറ്ററി കപ്പാസിറ്റീസിൻ്റെ വാല്യൂസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ട്രിക്കിലൂടെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. So coming to the respiratory capacities, mainly 5 type capacities ആണുള്ളത്. Inspiratory capacity IC, expiratory capacity EC, functional residual capacity FRC, vital capacity VC, total lung capacity TLC. So inspiratory capacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a total volume that can be inspired after a normal expiration. ഒരു നോർമൽ എക്സ്പിറേഷന് ശേഷം ഉള്ള എമൗണ്ട് ഓഫ് വോള്യൂം, ദ എമൗണ്ട് ദാറ്റ് ക്യാൻ ബി ഇൻസ്പയർഡ്, അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോർമൽ ഇൻസ്പിറേഷന് ശേഷമുള്ള ടോട്ടൽ വോള്യൂം ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ്. സോ ടോട്ടൽ വോള്യൂം ദാറ്റ് ക്യാൻ ബി എക്സ്പയർഡ് ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷനാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. ഇനി ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസിഡ്യുവൽ വോള്യൂം പറഞ്ഞായിരുന്നു. Functional residual capacity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the volume remain in lungs after normal expiration. ഇനി vital capacity വരുമ്പം it is the maximum volume that can be inspired or breath in after a forced expiration. Inspiratory capacity functional residual capacity തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി നോർമൽ കണ്ടീഷനിലാണ്, വൈറ്റൽ കപ്പാസിറ്റി ഫോഴ്സ്ഡ് കണ്ടീഷനിലുള്ള വോള്യൂം ഇൻടേക്കാണ്. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റിയിൽ വരുമ്പം ഇറ്റ് ഈസ് ദ ടോട്ടൽ വോള്യൂം ഓഫ് എയർ അക്കോമഡേറ്റഡ് ഇൻ ലങ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. ഒരു ഫോഴ്സ്ഡ് ഇൻസ്പിറേഷന് ശേഷം എത്രത്തോളം എമൗണ്ട് ഓഫ് എയർ ലങ്സിൽ അക്കോമഡേറ്റ് ചെയ്യും അതിൻ്റെ വാല്യൂ ആണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി. സോ നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സിലോട്ട് പോവാം. സോ സിമ്പിളായിട്ട് എല്ലാ വോള്യത്തിൻ്റെയും ഒരു ടേബിൾ, ഇങ്ങനൊരു ടേബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ഓർഡറിൽ തന്നെ വരണം. ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂം ഫസ്റ്റ്, പിന്നെ ടൈഡൽ വോള്യൂം, പിന്നെ എക്സ്പിറേറ്ററി റിസർവ് വോള്യൂം, ദെൻ റെസിഡ്യുവൽ വോള്യൂം. ഇതിന് നേരെ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്, കറസ്പോണ്ടിങ് മെഷർമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. IRV ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2500 to 3000 milliliter. Tidal volume approx 500 milliliter, ERV approx 1000 to 1100 milliliter, residual volume
1100 to 1200 milliliter. ഇനി റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് എങ്ങനെ കണ്ടുപിടിക്കുമല്ല. സോ ടൈഡൽ വോളിയത്തിനോട് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി കിട്ടും. ഇതിൻ്റെ സമ്മായിരിക്കും ഐ സിയുടെ വാല്യൂ. അതിൻ്റെ റേഞ്ച് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് മാത്രമേ പറയുന്നുള്ളൂ, 3000 to 3500 വരും ഐ സിയുടെ കപ്പാസിറ്റി റേഞ്ച്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ടൈഡൽ വോളിയത്തിനോട് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അതായത് ഇതിൻ്റെ എക്സ്പിറേറ്ററി കപ്പാസിറ്റിയുടെ റേഞ്ച് വിൽ ബി 1100 to 1600. ഓക്കെ, എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിനോട് റെസിഡ്യുവൽ വോളിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം. അപ്പം കറസ്പോണ്ടിങ്ങിൽ ഈ രണ്ട് വാല്യൂ കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് FRCയുടെ വാല്യൂ കിട്ടും. സോ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും ടൈഡൽ വോളിയത്തിൻ്റെയും എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെയും സമ്മാണ്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ സമ്മാണ് വൈറ്റൽ കപ്പാസിറ്റി. സോ സിംപ്ലി ടോട്ടൽ ലൈൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? IRV, TV, ERV പ്ലസ് RV. ഇതിൻ്റെ സമ്മായിരിക്കും TLC. നിങ്ങൾ ഈ ടേബിൾ പഠിക്കുന്നതിനൊപ്പം ഇതിൻ്റെ വാല്യൂസിനോടൊപ്പം തന്നെ ചിലപ്പം ഇപ്പോൾ MCQനൊക്കെ IRV ചിലപ്പോൾ ഓപ്ഷൻസിൽ മേ ബി എന്താ പറയുക EC ഓപ്ഷനിൽ മേ ബി IRV പ്ലസ് TV, ERV പ്ലസ് RV അങ്ങനെയൊക്കെ തരാം. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആവാതെ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കമ്മിങ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. NCERT കൊടുത്തേക്കുന്നൊരു മെയിൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ചസ് ആൽവിയോളൈ. ഇത് മാറിപ്പോകരുത്. ലേറ്റർ ദ എക്സ്ചേഞ്ച് വിൽ ഹാപ്പൻസ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആർ pressure or concentration gradient, solubility of the gases, thickness of the membrane. So thickness of the membrane should be less than 1 millimeter. അപ്പോൾ നമുക്ക് പ്രഷർ ഗ്രേഡിയൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ അറ്റ്മോസ്ഫിയറിൽ നിന്നും ടിഷ്യൂസിലോട്ടും ടിഷ്യൂസിൽ നിന്നും അറ്റ്മോസ്ഫിയറിലോട്ടും എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും പാർഷ്യൽ പ്രഷർ എത്രയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് NCERT കൊടുത്തിരിക്കുന്ന സെയിം ടേബിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓക്സിജൻ എക്സ്ചേഞ്ച് നോക്കാം. ഓക്സിജൻ മെയിൻലി അറ്റ്മോസ്ഫിയറിക് എയറിൽ നിന്ന് ടിഷ്യൂസിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ അറ്റ്മോസ്ഫിയറിക് എയർ പഠിക്കണം, ആൽവിയോളെ പഠിക്കണം. പിന്നെ ഓക്സിജൻ ആയതുകൊണ്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള PO2 കണ്ടുപിടിച്ചാൽ മതി. പിന്നെ നമുക്ക് ടിഷ്യൂലുള്ള PO2 കണ്ടുപിടിക്കണം. സോ കൂടുന്ന ഹയർ ടു ലോവർ അല്ലേ പോവുക. സോ അറ്റ്മോസ്ഫിയറിക് എയറിൽ 159 ആണ്, ആൽവിയോളയിൽ എത്തുമ്പോൾ അത് 104 ആവുന്നു. പിന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡിലെത്തുമ്പോൾ 95 ആവുന്നു, ടിഷ്യൂസിലെത്തുമ്പോൾ 40 ആവുന്നു. ആക്ച്വലി OCT ഡിയോക്സിനേറ്റഡ് ബ്ലഡിലൂടെ പാസ് ചെയ്യുന്നില്ല, പക്ഷേ അവിടുത്തെ പ്രഷർ ഗ്രാഡിയൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 40 mmHg. ഇനി നമ്മുടെ ടിഷ്യൂവിലെത്തിയേക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 45 mmHg ആണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ആയത് കാരണം ഡിയോക്സിനേറ്റഡ് ബ്ലഡിലുള്ള PO2 നോക്കിയാൽ മതി, PCO2 നോക്കിയാൽ മതി. ദാറ്റ് ഈസ് 45 mmHg. ആൽവിയോളയിൽ PCO2 എന്ന് പറയുന്നത് 40 mmHg. അറ്റ്മോസ്ഫിയറിക് എയർ അല്ലാതെ 0.3 mmHg ആവുന്നു. CO2ഉം ഓക്സിജനേറ്റഡ് ബ്ലഡ് കാണത്തില്ല, പക്ഷേ അതിന് പ്രഷർ ഗ്രേഡിയൻ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് 40 mmHg ആണ്. അപ്പം ഈ ടേബിൾ ഒന്ന് ജസ്റ്റ് നോക്കിയേക്കണം എക്സാമിന് പോകുന്നതിന് മുമ്പ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്, ടോട്ടൽ തിക്നെസ് ഓഫ് ദ മെംബ്രെയിൻ ഷുഡ് ബി ലെസ് ദാൻ 1 millimeter ആയിരിക്കണം. പിന്നെ നമ്മൾ സോളിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ every time it will be 20 to 25 times greater than that of oxygen. So ഈ മെംബ്രെയിനിൽ ഓക്സിജൻ്റെ സോളിബിലിറ്റിനേക്കാളും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിബിലിറ്റി ആയിരിക്കും. ഇത് മേ ബി MCQന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. 20 to 25 times ആയിരിക്കും. ഇത് നമ്മൾ ഈ ടേബിളിൻ്റെ ഒരു എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇവിടെ നമുക്ക് ഹാർട്ടിനെ കാണാം. ഹാർട്ടിൻ്റെ ഇറ്റ് ഇസ് റൈറ്റ് ഏട്രിയം,
Right, it is right atrium, it is a right ventricle, it is a left atrium, it is a left ventricle. So right ഈ ബ്ലൂ കളർ കൊടുത്തിരിക്കുന്ന ഡീഓക്സിനേറ്റഡ് ആണ്, ഈ ഒരു ബ്രൗൺ ആയിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്ന ഓക്സിനേറ്റഡ് ആണ്. സോ റൈറ്റ് അട്രിയത്തിൽ നിന്ന് നമുക്ക് ഇവിടെ നമുക്ക് ബ്ലൂ കളർ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കാണാം, ഇവിടെ ഓക്സിനേറ്റഡ് ബ്ലഡ് കാണാം. സോ ബോഡി ടിഷ്യൂസിൽ നിന്ന് നമ്മളിപ്പം യൂട്ടിലൈസ് ചെയ്തേക്കുന്ന നമ്മളിപ്പം ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യാണ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സിസ്റ്റമിക് വെയിൻസ് വഴി, അതായത് ബ്ലഡ് ആണല്ലോ എക്സ്ചേഞ്ചിൻ്റെ മീഡിയം, സോ ഈ കാർബൺ ഡൈ ഓക്സൈഡ് സിസ്റ്റമിക് വെയിൻസ് വഴി നമ്മുടെ റൈറ്റ് എട്രിയത്തിലെത്തുന്നു. റൈറ്റ് എട്രിയത്തുന്നത് പൾമണറി ആർട്ടറി വഴി ആൽവിയോളർ എയറിലെത്തുകയാണ്, ആൽവിയോളയിലെത്തുകയാണ്. ആൽവിയോളയിൽ നിന്നാണ് ഫർദർ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. സോ നിങ്ങളതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CO2 ടിഷ്യൂസിന് സിസ്റ്റമിക് വെയിൻസിലെത്തുമ്പം സിസ്റ്റമിക് വെയിൻസിലുള്ള PO2യുടെ വാല്യൂ 40 mmHg ആണ്, PCO2യുടെ വാല്യൂ 45 mmHg ആണ്. ഇത് മേ ബി ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ നമ്മുടെ ആൽവിയോളയിൽ PO2 എന്ന് പറയുന്നത് 104 ആണ്, PCO2 എന്ന് പറയുന്നത് 40 mmHg ആണ്. ഇവിടുന്ന് ആൽവിയോളയിൽ നിന്ന് ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഗെറ്റ് ഓക്സിനേറ്റഡ് ആൻഡ് ഇവിടെ ഓക്സിനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് എട്രിയത്തിലെത്തുന്നു. പിന്നീട് അത് ലെഫ്റ്റ് വെൻട്രിക്കിലൂടെ പാസ് ചെയ്തിട്ട് സിസ്റ്റമിക് ആർട്ടറീസ് വഴി വീണ്ടും ബോഡി ടിഷ്യൂസിലോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി എത്തുന്നു. ഇവിടെ സിസ്റ്റമിക് ആർട്ടറീസിലുള്ള ബ്ലഡും കൂടെ നിങ്ങൾ നോക്കണം. PO2ൻ്റെ പാർഷ്യൽ പ്രഷർ 95 mmHg ആണ്, PCO2ൻ്റെ പാർഷ്യൽ പ്രഷർ 40 mmHg ആണ്. സോ സിസ്റ്റമിക് വെയിൻസിലുള്ളതും ആൽവിയോളയിലുള്ളതും സിസ്റ്റമിക് ആർട്ടറീസിലുള്ളതും പാർഷ്യൽ പ്രഷർ ഓഫ് O2 PCO2 നിങ്ങൾ ജസ്റ്റ് ആ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. സെയിം PO2 ആൻഡ് സിസ്റ്റമിക് വെയിൻസ്, അതായത് സിസ്റ്റമിക് വെയിൻ വിൽ ക്യാരി deoxygenated blood and systemic arteries will carry oxygenated blood. But pulmonary artery നേരെ തിരിച്ചാണ്. Pulmonary artery carries deoxygenated blood, pulmonary vein carries oxygenated blood. അത് ശ്രദ്ധിക്കണം. അപ്പം ഈ സെയിം പാർഷ്യൽ പ്രഷർ തന്നെയാണ് ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. സി ഹിയർ deoxygenated 40, 45, oxygenated 95, 40, പിന്നെ ആൽവിയോളെ 104, 40. സി 104, 40, 40, 45, 95, 40. നമുക്കിനി നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി എക്സ്ചേഞ്ച് ആൽവിയോളയാണ്, പിന്നെ ലേറ്റർ സെക്കൻഡറി എക്സ്ചേഞ്ചസ് ഹാപ്പൻസ് ബിറ്റ്വീൻ ബ്ലഡ് വെസൽസ് ആൻഡ് ടിഷ്യൂസ്. അപ്പം ആൽവിയോളയും ബ്ലഡും തമ്മിലുള്ളൊരു ഫേസ് ഉണ്ട്. അതിനെയാണ് ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ എൻ്റർ എയർ ആൽവിയോള ക്യാവിറ്റിയിൽ നിന്ന് ബ്ലഡ് വെസലിലോട്ട് എൻ്റർ ചെയ്യുന്ന ഡിഫ്യൂഷൻ മെംബ്രെയിൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് 3 layers. The first layer is squamous epithelium of alveoli. നമുക്കിവിടെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും squamous epithelium of see here squamous epithelium of alveoli കാണാൻ പറ്റുന്നുണ്ട്. Then endothelium of alveolar capillaris, അതായത് ഇതാണ് capillaris. ഇവിടെ നമുക്ക് endothelium അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ there is a basement substance between the squamous epithelium of alveoli and the endothelium of the alveolar capillaris. ഈ ഒരു യെല്ലോയിഷ് സ്പേസ് ആണ് ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വി ആർ കമ്മിങ് ടു ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഗ്യാസ് എക്സ്ചേഞ്ചിൻ്റെ മെയിൻ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡാണ്. സോ നമുക്കിവിടെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജനും പഠിക്കണം, കാർബൺ ഡൈ ഓക്സൈഡും പഠിക്കണം. ഓക്സിജൻ്റെ കേസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 97% ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആർ ബി സിയിലൂടെയാണ്. ആർ ബി സിയിൽ ഒരു റെഡ് കളേർഡ് അയൺ പിഗ്മെൻ്റ് ഉണ്ട്, ഹീമോഗ്ലോബിൻ, which will carry 4 molecule of O2. One hemoglobin will carry 4 molecule of O2. ഇത് പഠിക്കേണ്ടതാണ്, ചിലപ്പോൾ MCQ ചോദിക്കാം മേ ബി. റിമൈനിങ് 3% will dissolve through plasma. അപ്പം 97% ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആർ ബി സിയിലൂടെയും റിമൈനിങ് 3% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിസോൾവ് ചെയ്ത് ത്രൂ പ്ലാസ്മയിൽ കൂടെയാണ്. സോ ഈ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ബൈൻഡിങ്സ്, ഈ ഓക്സിജൻ ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്യുന്നതിനെ
എഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സാണ് മെയിൻലി PCO2 partial pressure of carbon dioxide, PO2 partial pressure of oxygen, then H plus ion concentration, then temperature. ഇത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്. ലൈക്ക് ഇപ്പം സപ്പോസ് ഇപ്പോൾ ഓക്സിജൻ്റെ അഫിനിറ്റി, ഓക്സിജൻ ഹീമോഗ്ലോബിൻ അഫിനിറ്റി, അതായത് ഓക്സി ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ PO2 will increases, PCO2 will decreases, temperature will decreases, H plus ions also decreases. ഇനി ഈ ഓക്സി ഹീമോഗ്ലോബിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വൈസ് വേഴ്സ ആയിരിക്കും. PO2 will decreases, PCO2 will increases, H plus will increases and temperature will also increases. ഒന്നുകൂടെ ക്ലിയറായി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. സോ ഓക്സി ഹീമോഗ്ലോബിൻ്റെ കർവ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയാം. നമ്മൾ whenever the percentage of saturation hemoglobin with oxygen is plotted, we will get a sigmoid curve. എപ്പോഴാണ് നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന കേർവാണ് സിഗ്മോയിഡ് കേർവ്. സിഗ്മോയിഡ് കേർവ് എന്ന് പറഞ്ഞാൽ ഒരു എസ് ഷേപ്ഡ് ആയിരിക്കും, കണ്ടോ? ഈ റെഡ് കളേർഡാണ് സിഗ്മോയിഡ് നോർമൽ കേർവ്. നമ്മുടെ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ PO2, PCO2, H plus ടെമ്പറേച്ചർ ഇതിനൊക്കെ എഫക്റ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് മേ ബി ഷിഫ്റ്റ് ടു റൈറ്റ് ഓർ ഇറ്റ് മേ ബി ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. സോ നോർമൽ കേസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നോർമലി P50, 50% of saturation happens at 27 mmf Hg and 90% of saturation will occurs at 60 mm of Hg. See, ഇതാണ് നമ്മുടെ P50. 50% സാച്ചുറേറ്റ് ചെയ്യുന്ന 27, എനിക്കിവിടെ 27ലാണ്. ഈ പോയിൻ്റ് കിട്ടുന്നില്ല. പിന്നെ ഇപ്പം നമ്മൾ സപ്പോസ് 90% എടുത്ത് നോക്കിയാൽ അത് ഓൾമോസ്റ്റ് ഒരു 60ൽ എത്തും. ഓക്കെ, ഇനി നമ്മൾ ഫാക്ടേഴ്സ് ഫേവറിങ് ടു ദ സിഗ്മോയിഡ് കർവ് ടു ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, അത് ഓക്സിജൻ്റെ അഫിനിറ്റി കൂടുമ്പോഴും പിന്നെ increase in the oxygen affinity, so it will leads to decrease the oxygen unloading. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PCO2 decreases, H plus decreases, temperature decreases, DPG എന്ന് പറഞ്ഞൊരു factor will decreases, then pH will increases, PO2 will also increases. Here the factor which responds the right shift, PCO2 will increases, temperature increases, DPG increases, but pH and PO2 will decreases here. So coming to transport of carbon dioxide, 20 to 25% carbon dioxide transport ചെയ്യുന്ന RBC വഴിയാണ്, 70% bicarbonate വഴിയാണ്, remaining 7% is transported to dissolved state through plasma. So mainly RBCയിൽ hemoglobin ഉണ്ടെന്ന് നമുക്കറിയാം. Also RBC contains carbonic anhydrase. It's an enzyme which enhance some reactions. പ്ലാസ്മയിലും കാർബോണിക് anhydrase ഉണ്ട്. So ഈ carbon dioxide in RBC will get attached with the hemoglobin which forms carbamino hemoglobin. ഇത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുമ്പം കാർബമിനോ ഹീമോഗ്ലോബിനും, കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും കമ്പൈൻ ചെയ്യുമ്പം കാർബോക്സി ഹീമോഗ്ലോബിനാണ് കിട്ടുക. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. സോ നമ്മൾ പറഞ്ഞായിരുന്നു കാർബോണിക് anhydraseൻ്റെ, സോ അതിൻ്റെ ആക്ടിവിറ്റി ഒന്ന് നോക്കാം. The carbon dioxide present in the RBC will combines with H2O. This will converted to H2CO3 under the presence of carbonic anhydrase. Then this later will dissociate to H plus and HCO3 minus, also in the presence of carbonic anhydrase. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോറൈഡ് ഷിഫ്റ്റിൻ്റെ റിയാക്ഷൻ തന്നെയാണ്. കുറച്ചുകൂടെ ലിങ്ക് ചെയ്ത് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും.
ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം every 100 milliliter of deoxygenated blood will carry 4 milliliter of carbon dioxide and every 100 milliliter of oxygenated blood will carry 5 milliliter of O2, can deliver 5 milliliter of O2 and will carry 4 milliliter of carbon dioxide. നമ്മൾ റെഗുലേഷനിലോട്ട് വരികയാണ്. മെയിൻലി ന്യൂറൽ റെഗുലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ന്യൂറൽ റെഗുലേഷൻ മെയിൻലി രണ്ട് സെൻറ്റേഴ്സ് വഴിയാണ്. റെസ്പിറേറ്ററി റിതം സെൻറ്റർ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ മെഡുല്ല ആൻഡ് ന്യൂമോടാക്സിക് സെൻറ്റർ വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ പോൺസ്. മെഡുല്ലയിലുള്ള എവിടെയാണ് ഏതാണെന്ന് അറിയണം, പോൺസിലുള്ളത് ഏതാണെന്ന് അറിയണം. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ്റെയോ എക്സ്പിറേഷൻ്റെയോ റേറ്റ് കൂട്ടി, അതായത് ഡ്യൂറേഷൻ കൂട്ടി കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ലീഡ്സ് ടു ദ റേറ്റ് ഓഫ് റെസ്പിറേഷൻ. അതുപോലെ തന്നെ കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് വിച്ച് ഇസ് adjacent to the respiratory rhythm center. It's also highly sensitive to carbon dioxide and H plus ions. ഇതിന് എക്സാമ്പിളാണ് റിസപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അയോട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി. ഇതൊക്കെ NCERT കൊടുത്തേക്കുന്നതാണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇവിടെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൂടെ പഠിച്ചു വയ്ക്കേണ്ടതാണ്. Then last, coming to the disorders related to the respiratory system, മെയിൻലി നമുക്ക് പഠിക്കാനുള്ള മൂന്നെണ്ണമാണ്: ആസ്മ, എംഫൈസീമ, ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. സോ ആസ്മ എന്ന് പറയുമ്പോൾ ആസ്മയുടെ സിംറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, ഒരു വീസിങ്. നമുക്ക് ആസ്മ പേഷ്യൻസിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് ഇസ് മെയിൻലി ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്. So inflammation of bronchi and bronchioles will result in difficulty in breathing, which produces wheezing. That's a condition called asthma. Next one is emphysema. Emphysema il nadakkunnu ennu vechayna alveolar walls get damaged due to respiratory decrease in respiratory surface. ചിലപ്പം സർഫെക്റ്റൻറ്റിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കാരണം റെസ്പിറേറ്ററി സർഫസ് ഡിക്രീസ് ചെയ്യാം. സോ ഇറ്റ് വിൽ ലീഡ്സ് ടു ആൽവിയോളർ വാൾസ് ഗെറ്റ് ഡാമേജസ്. മെയിൻ കോസ് ഇത് സിഗരറ്റ് സ്മോക്കിംഗ് മാത്രമല്ല കോസ്, പക്ഷേ NCERT കൊടുത്തിരിക്കുന്ന മെയിൻ കോസ് ഓഫ് എംഫൈസീമ ഇസ് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. ദെൻ ദ തേർഡ് കണ്ടീഷൻ ഇസ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അതായത് ഇപ്പം ക്വാറികളിലും മറ്റും ഇങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക്, ചില ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ലോങ് എക്സ്പോഷർ ഓഫ് സെർട്ടൻ എന്താ പറയുക സെർട്ടൻ പൗഡേഴ്സ് ലൈക്ക് ലീഡ്സ് ടു സിലിക്കോസിസ്, ന്യൂമോകോണസിസ്, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. NCERT കൊടുത്തേക്കുന്ന ഫൈബ്രോസിസ് ആണ്. അപ്പം ഇറ്റ് വിൽ കോസ് ടു ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. ആസ്പെറ്റോസിൻ്റെ പൗഡേഴ്സ് പിന്നെ ക്വാറികളിലൊക്കെ വിച്ച് വിൽ ലീഡ്സ് ടു ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. So thank you.